Hello everyone, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള കായ്പോളയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ കായ്പോള എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ആദ്യം ഞാനൊരു പാത്രത്തിലേക്ക് 3 സ്ലൈസ് ബ്രെഡ് ഇതുപോലെ ക്യൂബ്സ് ആക്കി മുറിച്ചതിട്ട് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ മാറ്റി വെക്കാം. ഇനി വേറൊരു പാത്രത്തിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് കശുവണ്ടി ഇട്ട് നന്നായി റോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിയും ഇട്ട് ഇതിനെ നന്നായി റോസ്റ്റ് ചെയ്തെടുത്ത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഇതേ സെയിം പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതിട്ട് നമുക്ക് നന്നായി ഇതിനെ സോട്ട് ചെയ്തെടുക്കാം. തേങ്ങയുടെ ആ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ പഞ്ചസാരയൊക്കെ നല്ല മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പഴം ഇതുപോലെ കട്ട് ചെയ്തിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. 1 ടീസ്പൂൺ പഞ്ചസാരയും ഏലക്കയും ചേർത്ത് പൊടിച്ചത് ചേർത്ത് നന്നായി ഇതിനെ മിക്സ് ചെയ്യാം. ഇനി ഇതിനെ മാറ്റി വെക്കാം. ഇനി ഞാൻ മിക്സിംഗ് ജാറിലേക്ക് 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് ഇതിനെ നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാൻ വേറൊരു പാത്രം എടുത്ത് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ പഴത്തിൻ്റെ മിക്സ്ചറും ബ്രെഡും നട്ട്സും പിന്നെ നമ്മൾ ഉണ്ടാക്കിയ മുട്ടയുടെ മിക്സ്ചറും ചേർത്ത് നന്നായി ഇതിനെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി വേറൊരു പാത്രം എടുത്ത് ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് എല്ലായിടത്തുമായി സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ മിക്സ്ചർ ഇട്ടുകൊടുത്ത് എല്ലായിടത്തുമായി ഇതുപോലെ ഈവൻലി ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യ് ഇതുപോലെ ഒഴിച്ച് നമുക്കിതിനെ മൂടി ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. 5 മിനിറ്റിന് ശേഷം ഞാൻ ഇതിനെ ഗ്രീസ് ചെയ്ത വേറൊരു പാനിലേക്ക് ഇതുപോലെ ഫ്ലിപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഇതിനെയും നമുക്കൊരു 5 മിനിറ്റ്സ് കുക്ക് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എന്നത്തെയും പോലെ എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ലേ. പിന്നെ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി ഞാൻ വരുന്നവരേക്കും ഗുഡ് ബൈ.